പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ വന്നിട്ട് നമ്മൾ ചലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വട്ടത്തിലൊരു സാധനം വരും. അതിനകത്തോടെ നമുക്ക് ബോൾ ഷൂട്ട് ചെയ്ത് വിടാനായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് അതിനകത്ത് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ കയറ്റിയില്ലെങ്കിലും ഗോൾ കിട്ടും, ലൂട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ 2 എങ്ങാണ്ട് മിസ് ചെയ്തു, ബാക്കി 3 എങ്ങാണ്ടാണ് അതിനകത്ത് അടിച്ച് കയറ്റിയത്. അപ്പം എനിക്ക് ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം തട്ടിക്കൊണ്ടിരുന്നതിന് ശേഷം നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. കൊള്ളാം, നമുക്ക് ലൂട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ലൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. എനിക്കിപ്പോൾ AKM മാഗ്നൈസ് കാര്യങ്ങളൊക്കെ കിട്ടി, എക്സ്റ്റൻഡ് ക്വിക്ക് ഡ്രോ ഒക്കെ കിട്ടി കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കിഡിലിനൊരു സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണിത് എന്ന് വെച്ചാൽ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്, പുതിയൊരു മിറാഡോ വന്നിട്ടുണ്ട്. ഒരു ഡാസിയയ്ക്കും മിറാഡോയ്ക്കും ഒക്കെ ഇടയ്ക്കുള്ള ഒരു സംഭവം, നല്ല സ്പീഡ് കാര്യങ്ങൾ എല്ലാം ഉള്ള ഒരു കിഡിലെ നൈറ്റും കേട്ടോ. സ്പീഡ് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പിന്നെ കൺട്രോൾ ആണെങ്കിൽ ഒന്നും പറയണ്ട. ഇപ്പോൾ ബീറ്റ വെർഷൻ കളിച്ചത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കൺട്രോളൊക്കെ കയ്യിൽ നിൽക്കുന്ന ഒരു സാധനം, നല്ല സ്പീഡിൽ എസ്കേപ്പ് ആവാൻ അല്ലെങ്കിൽ സോണ് കയറാനൊക്കെ പറ്റിയൊരു കിഡിലൻ സാധനമാണ് ഈ കൊണ്ടുവച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹോണൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പി അത് രസമില്ല. പക്ഷേ എന്നാലും വണ്ടി അടിപൊളിയായിട്ടുണ്ട്. സ്പീഡൊക്കെ 165 മേളിലൊക്കെ കയറുന്നുണ്ട്, 165 വരെയൊക്കെ കയറുന്നുണ്ട് കേട്ടോ. പിന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി. ബീറ്റ വെർഷനാണ്, ഫൈനൽ വെർഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരാം. ഹോണൊക്കെ ചിലപ്പോൾ വേറെ ഹോണായിരിക്കും, പറയാൻ പറ്റത്തില്ല. എന്നാലും ഇത് ബീറ്റ കളിച്ചത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഗണ്ണും പോട്ട് വണ്ടി ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. പിന്നെ അടുത്ത ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഗണ്ണ് വന്നിട്ടുണ്ടെന്ന്, ഒരു കിഡിലൻ ഗണ്ണ്. അതാണ് ഈ സംഭവം കേട്ടോ. ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പാൻസർ ഫോസ്റ്റ് എന്ന അതിൻ്റെ പേര്. ഇത് World War II യൂസ് ചെയ്തിരുന്ന ഒരു പഴയൊരു സംഭവം. RPG മോഡലാണ്. RPG പോലെയാണ് അതിൻ്റെ ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ഇത് 1 ടൈം യൂസോ, ഒറ്റ തവണ അടിക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം കഴിയേണ്ട ഒരൊറ്റ ബുള്ളറ്റ്, അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ തോക്കും പോകും, കണ്ണും പോകും, അങ്ങനത്തെ സെറ്റപ്പാണ്. പക്ഷേ ഇതൊരു അടിച്ച ഒരു 1.5 അടിയായിരിക്കും. കാരണം ഒരു സ്ക്വാഡൊക്കെ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ ഒന്നും നോക്കണ്ട. പിന്നെ ഇത് ഡ്രോപ്പ് ഗണ്ണായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഡ്രോപ്പിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു ഡാസിയ കിടപ്പുണ്ട്, ഒരു ഫുൾ ഹെൽത്ത് എന്ന് വെച്ചാൽ ഫുള്ള് ഡാമേജ് ഒന്നും ഇല്ലാത്തൊരു ഒരു ഡാസിയ കിടപ്പുണ്ട്. അതിനിട്ട് ഞാനൊരു വെടി വെച്ച് കാണിക്കാം. അതിന് എന്തോരം ഡാമേജ് വരുന്നുണ്ടോ നിങ്ങൾ നോക്കി. അപ്പോൾ ഇതിൻ്റെ പവർ എന്തോരം കാണും. ഒരു എനിമിക്കടൊക്കെ പറഞ്ഞാൽ അടിച്ചാൽ തീർന്നു. അപ്പോൾ ഞാൻ ഇതിന് വെടി വെച്ച് കാണിക്കാവേ, നോക്ക്. ഒറ്റയടി അത് കത്തി. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു 60% അതിൻ്റെ ഇതേ പോയി, ഡാമേജായി. അപ്പം പകുതിയോളം ഡാമേജ് ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഒറ്റ ഷോട്ടിലൊക്കെ എനിമി ഇരിക്കുന്ന വിൻഡോയും പോട്ടെ, അവരുടെ ഹെഡിൻ്റെ അങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് എയിമൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഇവിടെ ഒരു ബോട്ട് നിൽപ്പുണ്ട്. എനിമീനെ അടിച്ച് കാണിച്ചില്ലെന്ന് വേണ്ട, ആ ബോട്ടിനെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒറ്റയടി തീർന്നു, കുതാ ഹവ. അപ്പോൾ അതും തീർന്നു. ഇനി വിൻഡോയിലോട്ടോ അല്ലെങ്കിൽ ഈ ഡോറിലോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഡോറൊക്കെ ഒറ്റ അടിക്ക് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അത്രയും പവറുള്ള ഒരു കിഡിലൻ സാധനം പാൻസർ ഫോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗണ്ണ് കൊണ്ടുവരുന്നുണ്ട്. വന്നിട്ടില്ല, ഇതുവരെ വരുന്നുണ്ട്.